നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ആദ്യം നോക്കിയിരുന്നത് ഒരു കാര്യം ചെയ്യാൻ കഴിയും, ക്യാൻ വെച്ച് നമ്മൾ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു, കുഡ് വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, വുഡ് ലൈക്ക് ടു വെച്ച് നമ്മൾ നോക്കിയിരുന്നു. ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം, ഷുഡ് വെച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ നോക്കിയിരുന്നത് ഒരു കാര്യം ചെയ്തേക്കാം, സംഭവിച്ചേക്കാം, മേ വെച്ചിട്ടാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഇതിനൊക്കെ ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ആക്ഷൻ V1 ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാവരും ഓർത്ത് വെക്കണം. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ക്ലാസ് നേരത്തെ പഠിച്ച ഒരു ക്ലാസ് തന്നെയാണ്. സോ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാവ് ആൻഡ് ഹാസ് നേരത്തെ ഉപയോഗിച്ചിരുന്നു അല്ലേ. അതൊരു വസ്തു ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ അന്ന് നോക്കിയിരുന്നത്. എനിക്കൊരു കാർ ഉണ്ട്, ഐ ഹാവ് എ കാർ, യു ഹാവ് എ കാർ, they have a car, we have a car, he has a car, she has a car, everybody has a car, John has a car. ഈ രീതിയിലാണ് നമ്മൾ ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നത് അല്ലേ. എന്നാൽ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. നമ്മൾ ഈസ്, ആം, ആർ, ആകുന്നു എന്ന് പഠിച്ചിരുന്നല്ലോ. എന്നാൽ ഇവിടെ നമുക്ക് ഒരു സ്ഥലത്ത് ഒരു വസ്തു ഉണ്ട് എന്ന് പറയാൻ നമുക്ക് there is എന്ന് ഉപയോഗിക്കാം. ഒരു വസ്തുവാകുമ്പോൾ ഈസ് ഉപയോഗിക്കാം, കുറേ വസ്തുക്കളാകുമ്പോൾ there are എന്ന് ഉപയോഗിക്കാം. ഉദാഹരണം, അവിടെ എൻ്റെ പുതിയ കാറുണ്ട്, there is my new car. അവിടെ നിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, there are your friends. സോ ഒരു സ്ഥലത്ത് ഒരു വസ്തു ഉണ്ട് എന്ന് പറയാൻ there is എന്ന് ഉപയോഗിക്കാം, or there are എന്ന് ഉപയോഗിക്കാം. ഇനി ഇവിടെ ഉണ്ട് എന്ന് പറയാൻ here is your bag, നിൻ്റെ ബാഗ് ഇവിടെയുണ്ട്. here are your pens, നിൻ്റെ പേനകൾ ഇവിടെയുണ്ട്. സോ അവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്ന് പറയാൻ നമ്മൾ there is or here is എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതല്ല, അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നെങ്ങനെ പറയാം. ഉണ്ട് എന്ന് പറയാൻ ഹാവ് ഓർ ഹാസ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട് അല്ലേ. അതിനുശേഷം ഒരു ടു ചേർത്തിട്ട് ചെയ്യേണ്ട ആക്ഷൻ നമ്മൾ പറഞ്ഞാൽ മതി. എനിക്ക് ഇന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ടു സ്റ്റഡി, ഐ ഹാവ് ടു സ്റ്റഡി. എനിക്ക് അവനെ വിളിക്കേണ്ടതുണ്ട്, ഐ ഹാവ് ടു കോൾ ഹിം. എനിക്കിപ്പോൾ പോവേണ്ടതുണ്ട്, ഐ ഹാവ് ടു ഗോ നൗ. എനിക്ക് എൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, ഐ ഹാവ് ടു പ്രിപ്പയർ ഫോർ മൈ എക്സാം. ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഹാവ് ടു ഓർ ഹാസ് ടു വെച്ചിട്ട് അതിനുശേഷം ആക്ഷൻ V1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. 8 ആക്ടേഴ്സിനെ വെച്ച് നമുക്കൊരു സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യാം. ഐ ഹാവ് ടു ഗോ നൗ, എനിക്കിപ്പോൾ പോവേണ്ടതുണ്ട്. യു ഹാവ് ടു ഗോ നൗ, they have to go now, we have to go now, he has to go now, she has to go now, everybody has to go now, John has to go now. ഇപ്പോൾ പോവേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഒരാളാകുമ്പോഴൊക്കെ നമ്മൾ ഹാസ് ടു ഗോ നൗ, കുറേ പേരാകുമ്പോൾ ഹാവ് ടു ഗോ നൗ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇതിലൂടെ നമ്മൾ പറയുന്നത്. ഇനി ചെയ്യേണ്ടതില്ല എന്ന് പറയാനോ ഐ ഡോണ്ട് ഹാവ് ടു. ഡോണ്ട് ഹാവ് ടു ഇവിടെ ഡസിൻറ്റ് ഹാവ് ടു. ഇത് നമ്മൾ നേരത്തെ ഒരു വസ്തു ഇല്ല എന്ന് പറയാൻ ഡോണ്ട് ഹാവ് ആൻഡ് ഡസിൻറ്റ് ഹാവ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട് അല്ലേ. അതുപോലെ ഇവിടെ ടു ചേർത്താൽ മാത്രം മതി. ഐ ഡോണ്ട് ഹാവ് ടു ഗോ നൗ, യു ഡോണ്ട് ഹാവ് ടു ഗോ നൗ, they don't have to go now, we don't have to go now, he doesn't have to go now, she doesn't have to go now, everybody doesn't have to go now, John doesn't have to go now. ഇപ്പോൾ ചെയ്യേണ്ടതില്ല, പോവേണ്ടതില്ല എന്നാണ് അർത്ഥം വരുന്നത്. നീ ഇപ്പോൾ അവനെ വിളിക്കേണ്ടതില്ല, യു ഡോണ്ട് ഹാവ് ടു കോൾ ഹിം റൈറ്റ് നൗ. നീ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതില്ല, യു ഡോണ്ട് ഹാവ് ടു സ്റ്റഡി ഫോർ ദി എക്സാം. യു ഡോണ്ട് ഹാവ് ടു ഡ്രൈവ് ദിസ് കാർ, ഈ കാർ നീ ഓടിക്കേണ്ടതില്ല. സോ ഒരു കാര്യം ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഡോണ്ട് ഹാവ് ടു ഓർ ഡസിൻ ഹാവ് ടു. 8 ആക്ടേഴ്സ് അല്ലാത്ത ഒരാൾ വരുമ്പോഴൊക്കെ നമ്മൾ ഡസിൻ ഹാവ് ടു എന്നാണ്. 8 ആക്ടേഴ്സ് അല്ലാത്ത കുറേ പേര് വരുമ്പോൾ ഡോണ്ട് ഹാവ് ടു എന്നാണ് നമ്മൾ പറയേണ്ടത്. സോ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, ചെയ്യേണ്ടതില്ല എന്നാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്.